ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മേൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റി ആക്കൂ. ഏലംകുളത്തെ ഒരു യുവ കർഷകനെ ഞങ്ങൾ നേരത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. സിദ്ദിഖ് എന്ന യുവ കർഷകൻ 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് തണ്ണിമത്തൻ, ഷമ്മാമ്, അതുകൂടാതെ പല കൃഷികളും ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുകയാണ്. പല ആളുകളും പല രീതിയിലും പോയി നഷ്ടത്തിലേക്ക് കിടക്കുമ്പോൾ കൃഷിയിലൂടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ യുവ കർഷകനായ സിദ്ദിഖ്. ഇന്നിപ്പോൾ ഈ കൃഷിയുടെ വിളവെടുപ്പ് നടന്നിരിക്കുന്നു. വിളവെടുപ്പ് നടത്തിയത് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബുവാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, ഈ ഏലംകുളത്തിൻ്റെ മണ്ണിനെക്കുറിച്ച് താങ്കൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്ത് വിജയിക്കുന്നൊരു മണ്ണാണെന്ന്. പക്ഷേ വിജയിക്കുമ്പോൾ മനസ്സ് അർപ്പിച്ച് വേണം എന്തും ചെയ്യാനെന്ന്. ഈ സിദ്ദിഖിൻ്റെ കൃഷിയിടത്തിലെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 2 ഏക്കർ സ്ഥലത്താണ് സിദ്ദിഖ് കൃഷി ചെയ്തിരുന്നത്. ഈ പ്രാവശ്യം മേനക്കുത്ത് കരയിൽ 5 ഏക്കർ സ്ഥലത്താണ് നല്ല രീതിയിലുള്ള കൃഷിയാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി എന്താ വെച്ചാൽ എന്തും വിളയുന്നൊരു മണ്ണാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 മേനിയാണ് ഇവിടെ വിളവ് കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ ഷമാമ്, അതേമാതിരി വെള്ളരി, തണ്ണിമത്തൻ, കൂടാതെ എന്താ വെച്ചാൽ കൃഷി മറ്റേ പൂക്കൃഷി, അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. മറ്റൊന്ന് എന്താ വെച്ചാൽ സിദ്ദീഖിനെ പറ്റി ഞാൻ കഴിഞ്ഞ കാലങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു യുവ കർഷകനാണ്, ഈ മണ്ണിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഏലംകുളത്തെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ്. എന്തായാലും നിങ്ങൾ പറഞ്ഞ മാതിരി 100 മേനിയാണ് വിളവ്. അതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഈ കർഷകനുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വിളവെടുത്തിരിക്കുന്നു, 100 മേനി വിളവ് ലഭിച്ചിരിക്കുന്നു. പക്ഷേ കൃഷി എന്ന് പറയുന്നത് അന്യം നിന്നു പോകുന്ന ഒരു കാലത്ത് ഈ ഏലംകുളത്തിൻ്റെ മണ്ണിൽ 100 മേനി വിളവെടുക്കുക, കൃഷി നടത്തി എങ്ങനെ കാണുന്നു? വളരെ ഭംഗിയായിട്ട് മൾച്ചിങ് ഷീറ്റിട്ട് ഫുൾ സെറ്റപ്പോടുകൂടിയാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷമാവ് 52 ദിവസം കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഷമാവ് വിളവെടുക്കലാണ് ഇന്ന്. സമദ് താമരശ്ശേരി വാർഡ് മെമ്പറാണ്. ഇവിടെ ഒരു യുവ കർഷകൻ്റെ അടുത്ത് കൃഷി വൻ വിജയമായിരിക്കുന്നു. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? ഈ യുവ കർഷകനായിട്ടുള്ള സിദ്ദീഖ് കഴിഞ്ഞ വർഷം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ 2 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തത്. ഞങ്ങളെ 100%, ഞങ്ങളെ ഭരണസമിതിയുടെ 100% സപ്പോർട്ടോടുകൂടി, അതുപോലെ തന്നെ ഞങ്ങളെ കൃഷി അസിസ്റ്റൻ്റ് ഓഫീസറുണ്ട് നിഷ, അതുപോലെ കൃഷി ഓഫീസർ, ഇവരുടെയൊക്കെ നല്ല സപ്പോർട്ട്, പഞ്ചായത്തിൻ്റെ പരിപൂർണ്ണ പിന്തുണ ഇദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആത്മധൈര്യം കൊണ്ടാണ് അദ്ദേഹം ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം 2 ഏക്കർ സ്ഥലത്താണ്, ഈ പ്രാവശ്യം 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള പ്രചോദനം മൂപ്പർക്കുണ്ടായത്. എന്തായാലും സിദ്ധിയെ പോലുള്ള ആളുകൾ വിഷരഹിത പച്ചക്കറി, അതായത് നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ. വെറും ലാഭം മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ വരുമാനത്തിന് ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ പരിരക്ഷാ യൂണിറ്റ് ഉണ്ട്, പാലിയേറ്റീവ്, പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, സർക്കാരിൻ്റെയാണ് ആ പരിരക്ഷ. ആ പരിരക്ഷയ്ക്ക് വേണ്ടി എല്ലാ വർഷവും സംഭാവന ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം ഞങ്ങളുടെ പരിരക്ഷാ ടീമിന് തരാറുണ്ട്. എന്തായാലും അദ്ദേഹം ഈ ഇന്നത്തെ കാലത്ത് പല ലഹരി അതുപോലുള്ള ഇതിലൊക്കെ പോകുന്ന ആളുകൾക്ക്, അതായത് യുവതലമുറക്ക് ഒരു പ്രചോദനം കൂടിയാണ് നമ്മുടെ സിദ്ദീഖ്. അതായത് മാതൃകാ കർഷകനാണ്. പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾക്ക് ഈ കൃഷിയെ, സിദ്ദീഖിൻ്റെ പരിശ്രമത്തെ എങ്ങനെ കാണാൻ സാധിക്കും? സിദ്ദീഖ് നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു യുവ കർഷകനാണ്. കഴിഞ്ഞ വർഷം 2024 നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് 2 ഏക്കർ സ്ഥലത്ത് ഈ യുവ കർഷകൻ അദ്ദേഹത്തിൻ്റെ വിളവെടുപ്പ് ഇതുപോലെ തന്നെ ഷമാമ്, തണ്ണിമത്തൻ, അതുപോലെ സൂര്യകാന്തി അടക്കമുള്ള പച്ചക്കറികളടക്കമുള്ള ഏറ്റവും നല്ല കൃഷിരീതി, ജൈവവളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള, ജനങ്ങളെ ജൈവവളം എന്ന് വെച്ചാൽ രാസവളം ഒഴിവാക്കി നമ്മുടെ സർക്കാർ പറയുന്നത് പോലെ തന്നെ ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ല ജൈവ വളം ചേർത്തുള്ള നല്ല രീതിയിലുള്ള കൃഷിരീതി നടത്തുന്ന ഒരാളാണ് സിദ്ദീഖിന് ഇപ്രാവശ്യം ഇതുപോലെ തന്നെ 5-ാം വാർഡിൽ, സമദ് താമരശ്ശേരിയുടെ വാർഡിൽ പ്രസിഡൻറ്റിൻ്റെ പ്രചോദനത്തോട് കൂടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ 5 ഏക്കർ സ്ഥലത്ത് ഇതുപോലെ നല്ലൊരു കൃഷി ചെയ്യാൻ സാധിച്ചു. എന്തായാലും പഞ്ചായത്തിൻ്റെ എല്ലാവരും പറഞ്ഞ പോലെ നല്ല പൂർണ്ണ പിന്തുണയുണ്ട്, കേരള സർക്കാരിൻ്റെ പ്രത്യേകിച്ചും. ആ പിന്തുണയോട് കൂടിയിട്ട് അടുത്ത പ്രാവശ്യം ഏറ്റവും നല്ല രൂപത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും
നല്ല രൂപത്തിലുള്ള പച്ചക്കറികൾ കഴിക്കാനുള്ള സൗഭാഗ്യം സിദ്ദിഖിൻ്റെ കയ്യിലൂടെ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥിരം സമിതി അധ്യക്ഷൻ അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പർ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. കൃഷി വ്യാപിപ്പിക്കണം. മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന കാലം, നമുക്ക് അന്നം കഴിക്കാൻ മറ്റുള്ള സംസ്ഥാനത്തെ ആശ്രയിച്ചിരുന്ന കാലത്തിൽ നിന്നും മാറി നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്ന ഒരു കാലത്ത് വരണം. കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ യുവ കർഷകനായ സിദ്ദിഖ് കൃഷി ചെയ്ത് 100 മേനി വിളവെടുത്തിരിക്കുന്നത്. ഏതായാലും അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ, ഈ സംസ്ഥാനത്തിന് തന്നെ ഒരു പ്രചോദനമാവട്ടെ. ഈ യുവ കർഷകന് സംസ്ഥാന തലത്തിലൊരു അംഗീകാരം കൂടി ലഭിക്കുന്നതിന് ഇത് ഒരു കാരണമായി മാറട്ടെ എന്ന് നേരത്തെ വാർഡ് മെമ്പറും പ്രസിഡന്റും ഒക്കെ പറഞ്ഞ പോലെ കാരണമാവട്ടെ. ഏതായാലും ഈ കൃഷി തുറന്നുകൊണ്ട് പോകുന്നത് പോലെ എല്ലായിടത്തും കൃഷി വീണ്ടും തിരിച്ചു വരട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നില 24 ലൈവ്.